ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നീ ചോദിച്ചതൊരു വല്ലാത്ത ചോദ്യമാണ് മുആദ്. അതേ മുആദേ, എന്റെ ഉമ്മത്തികളെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് 12 കോലങ്ങളിലാണ്, 12 വിഭാഗങ്ങളായിട്ടാണ്. ഓരോ വിഭാഗങ്ങളും പല പല കോലത്തിലാണ് മുആദ്, പല കോലത്തിലാണ് മുആദ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിന്റെ കോലത്തെ ഓർത്തിട്ടാണ് ഹബീബായ തങ്ങൾ കരഞ്ഞത്. إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها عقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا. നാളെ മഹ്ശറയിലെ വിചാരണയെ ആഗ്രഹിക്കാത്തവർ, നാളെ മഹ്ശറയിൽ ഒരു വിചാരണയുണ്ടെന്ന് പോലും ചിന്തിക്കാത്തവർ, നാളെ മഹ്ശറ വൻസഭയിൽ അവന്റെ തലയ്ക്ക് മീതെ ഗർജിച്ചു നിൽക്കുന്ന സൂര്യന്റെ കാഹളം, ആ സൂര്യന്റെ ചോട്, അതിലൂടെ മുങ്ങിത്താഴുന്ന മനുഷ്യന്റെ ആ ദയനീയമായ അവസ്ഥകളെ നാളത്തെ ദിവസത്തെ ചിന്തിക്കാത്തവനും വിശ്വസിക്കാത്തവർക്കും അവർക്കുള്ള ആയത്തുകളാണ് ഇത്രയും അല്ലാഹു നമ്മെ പഠിപ്പിച്ചത്. ഇന്ന യൗമൽ ഫസ്ൽ കാന മീഖാതാ. ആ ഒരു മഹ്ശറ എന്ന് പറയുന്ന മഹാസമ്മേളനം അത് സംഭവമാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് നിശ്ചിതമാണ്, അത് പടച്ചവന്റെ തീരുമാനമാണ്. യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ. സൂറന്ന കാഹളത്തിലൂടെ ഊത്തൂതപ്പെടുമ്പോ മലക്കുൽ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഭയാനകത നിറഞ്ഞ ഊത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ കിടക്കുന്നവരെല്ലാം ഫതഅതൂന അഫ്വാജാ, കൂട്ടം കൂട്ടമായി എഴുന്നേറ്റ് വരികയാണ്, കൂട്ടത്തോടെ എഴുന്നേൽക്കുകയാണ്. ഈ ആയത്തിറങ്ങിയപ്പോ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്, ഓടി വരികയാണ്. എവിടേക്ക്? ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് വരികയാണ്. ഹബീബായ തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിർനീ അൻ ഹാദിഹിൽ ആയാ യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ. സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോ കൂട്ടം കൂട്ടമായി ജനങ്ങളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരപ്പെടുമെന്ന് അല്ലാഹു ഈ ആയത്തിറക്കിയിരിക്കെ, നബിയേ അതിന്റെ അർത്ഥമൊന്ന് അറിയിച്ചു തരുമോ? അതിന്റെ യാഥാർത്ഥ്യമൊന്ന് പറയുമോ? അതിന്റെ മാന എന്താണ്? അതിന്റെ വ്യാഖ്യാനം എന്താണ്? ഫബകാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാൻ ശദീദാ ഹത്താ ബതല്ലത് ലിഹ്യതുഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഈ ആയത്തിന്റെ അർത്ഥം അറിയാൻ വന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് ഹബീബായ തങ്ങൾ പൊട്ടിക്കരയുകയാണ്, നിർത്താത്ത കരച്ചിലാണ്, കണ്ണുനീരുകൊണ്ട് ശരീരം കുതിരുകയാണ്, വസ്ത്രം കുതിരുകയാണ്, തന്റെ മുബാറക്കായ ദാടി രോമങ്ങളിലൂടെ താഴേക്ക് ഇറ്റിറ്റ് വീഴുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വിങ്ങിപ്പൊട്ടി കരയുകയാണ്. ഈ ആയത്തിന്റെ അർത്ഥം കേട്ടുകൊണ്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ കരഞ്ഞതിന്
ശേഷം ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബലിനോട് പറയുകയാണ്, യാ മുആദ് സഅൽത അൻ അംറിൻ അളീം, നീ ചോദിച്ചതൊരു വല്ലാത്ത ചോദ്യമാണ് മുആദ്, നീ ചോദിച്ചതൊരു വല്ലാത്ത ചോദ്യമാണ് മുആദ്. അതേ മുആദേ, എന്റെ ഉമ്മത്തികളെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് 12 കോലങ്ങളിലാണ്, 12 വിഭാഗങ്ങളായിട്ടാണ്. ഓരോ വിഭാഗങ്ങളും പല പല കോലത്തിലാണ് മുആദ്, പല കോലത്തിലാണ് മുആദ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിന്റെ കോലത്തെ ഓർത്തിട്ടാണ് ഹബീബായ തങ്ങൾ കരഞ്ഞത്. റസൂല് കരഞ്ഞുപോയി. 12 ഭാഗങ്ങളായി, വിഭാഗങ്ങളായി മണ്ണറയിൽ നിന്ന് മഹ്ശറയിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. പന്നിയുടെ കോലത്തിലുള്ള രൂപമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത്. യുബഅസൂന ഫീ ഖുബൂരിഹിം, ഒരു കൂട്ടരെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഫീ സൂറത്തിൽ ഖനാസീർ, പന്നികളുടെ കോലത്തിലാണ്, പന്നികളുടെ രൂപത്തിലാണ്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. പന്നികളുടെ കോലത്തിൽ ഒരു വിഭാഗം ആളുകളെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, നബിയേ, നബിയേ, അതിനുള്ള കാരണം എന്താണ് യാ റസൂലല്ലാഹ്? അതിനുള്ള കാരണം എന്താണ് യാ ഹബീബല്ലാഹ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാത്ത തലകളാണ്, അവരുടെ കോലം മറിക്കപ്പെടുകയാണ്, അവരുടെ മുഖത്തിന്റെ ഭാവം മാറ്റപ്പെടുകയാണ്. പടച്ച തമ്പുരാന് വേണ്ടി സുജൂദ് ചെയ്യാൻ വിളിക്കപ്പെടുമ്പോ, യുവാക്കളെ, യുവതികളെ, നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധരായിക്കൊണ്ട് ദുനിയാവിൽ കഴിഞ്ഞുകൂടുമ്പോ നാളെ മഹ്ശറാവൻ സഭയിലേക്ക് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നത് ഫീ സൂറത്തിൽ ഖനാസീർ, പന്നികളുടെ രൂപത്തിലാണ്, പന്നികളുടെ കോലത്തിലാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. കോലം മറിക്കപ്പെടുന്നതിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ നാഥാ. നാളെ മഹ്ശറയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോ ഇവിടെ നമ്മുടെ മയ്യത്തടക്കുന്ന സമയത്ത് നല്ല അവസ്ഥയിലാണ് മയ്യത്തടക്കുക. മൂക്കില് പഞ്ഞി വെച്ച് താടി കൂട്ടിക്കെട്ടി കർപ്പൂരവും സുഗന്ധദ്രവ്യങ്ങളും പൂശിക്കൊണ്ട് സന്തോഷത്തോടെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന മയ്യത്ത് അത് നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഉയർന്നു വരുന്നത് പന്നികളുടെ കോലത്തിലാണ്, പന്നികളുടെ കോലത്തിലാണ്. അല്ലാഹ് അതിനുള്ള കാരണം എന്താണ്? ഹബീബായ തങ്ങളിൽ ഓർത്തുകൊണ്ടാണ് കരഞ്ഞുപോയത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവരുടെ തല അല്ലാഹ്ക്കു വേണ്ടി കുനിക്കാത്തവരത്രേ. സുജൂദ് ചെയ്യൂല. നമ്മളെയൊക്കെ ആരെങ്കിലും പന്നി എന്ന് വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഖിൻസീർ എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടുമോ? അറബികളെ ഖിൻസീർ, കൽബ്, പട്ടി എന്നൊക്കെ വിളിക്കുന്ന രംഗം ആലോചിച്ച അറബികൾ. കൽബ്, ഹിമാർ എന്നൊക്കെ വിളിക്കാറില്ലേ? അതേപോലെ ഖിൻസീർ, പന്നി. പന്നിയുടെ കോലത്തിൽ എഴുന്നേറ്റ് ഒരു ഖബറിൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. അള്ളാഹ് നിഷിദ്ധമാക്കിയ സാധനമാണ്. തിന്നാനോ തൊടാനോ അതിനെ കാണുമ്പോൾ തന്നെ ഈ ഉമ്മത്തിനൊരു നികൃഷ്ടതയാണ്. അതിനെ കാണുമ്പോൾ തന്നെ പന്നി. അപ്പൊ പന്നിയുടെ കോലത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. നബിതങ്ങളുടെ ഉമ്മത്തുകളെ അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജിബ്രീൽ പറഞ്ഞത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കരഞ്ഞുപോയത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മിഅ്റാജിന്റെ രാവിലെ കൊണ്ടുപോയപ്പോ ഒരു വിഭാഗം ആളുകളെ കാണിച്ചു കൊടുക്കുകയാണ്. നബിയേ, അവരിലേക്കൊന്ന് നോക്കണേ ഹബീബേ. ആരാണവർ? തുർലഹു റൂസുഹും, ഒരു വിഭാഗത്തിന്റെ അരികിലേക്ക് ഹബീബായ തങ്ങളെ കൊണ്ടുപോവുകയാണ്. തുർലഹു റൂസുഹും, അവരുടെ തല ബിസ്സഖർ, വലിയ പാറക്കല്ല് കൊണ്ട് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ട് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. അങ്ങനെ എറിഞ്ഞു പൊട്ടിക്കുകയാണ്. വീണ്ടും അതേപോലെ വീണ്ടും അതേപോലെ പഴയതുപോലെ രൂപപ്പെടുത്തുകയാണ്. പിന്നെയും എറിഞ്ഞു പൊട്ടിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനെ കാണിച്ചു കൊടുത്തപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, മൻ ഹൗലായി യാ ജിബ്രീൽ? ആരാണ് ജിബ്രീലേ കൂട്ടർ? ആരാണ് ജിബ്രീലേ കൂട്ടർ? ഹൗലായി മിൻ ഉമ്മത്തിക യാ റസൂലല്ലാഹ്. നബിയേ, ഇതവിടുത്തെ ഉമ്മത്തികളാണ് നബിയേ. ഹൗലായി الذين تتثاقلت رؤوسهم عن الصلاة. നമസ്കാരത്തിന് വേണ്ടി തലകുനിക്കാത്ത
കുനിക്കുമ്പോൾ അവരുടെ തലയിൽ ഒരു ഭാരക്കല്ല് പോലെ, ഒരു ഭാരം ഏറ്റുവെച്ചതുപോലെ വലിയ ഒരു ഭാരം അനുഭവപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന്റെ തലയാണ് അടിച്ചു പൊട്ടിക്കുന്നത്. വീണ്ടും അത് രൂപപ്പെടുത്തുകയാണ്, വീണ്ടും അടിച്ചു പൊട്ടിക്കുകയാണ്. എത്ര വർഷം അവൻ നമസ്കരിക്കാതിരുന്നിട്ടുണ്ടോ, എത്ര വഖ്ത് നമസ്കാരം അവൻ പാഴാക്കിയിട്ടുണ്ടോ, അതിന്റെ മുഴുവൻ ശിക്ഷകൾ തീരുന്നത് വരെ ഈ മനുഷ്യനെ നാളെ നരകത്തിലിട്ട് എറിഞ്ഞു പൊട്ടിക്കുന്ന രൂപമാണ് മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ റസൂലിനെ ജിബ്രീൽ എന്ന മാലാഖ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുപോയത്, നമസ്കാരമില്ലാത്ത എന്റെ ഉമ്മത്തികളെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്, മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്നത് പന്നികളുടെ കോലത്തിലാണ്, പന്നികളുടെ രൂപത്തിലാണ്. നഊദു ബില്ലാഹ്. ഇനിയെങ്കിലും നിസ്കാരം നിലനിർത്തണം. ഇത്ര നാള് നമ്മൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ റബ്ബിന്റെ മുന്നിൽ പോയി പൊരുത്തം ചോദിക്കണം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മളത് ഖളാ വീട്ടണം, തൗബ ചെയ്ത് ഖളാ വീട്ടണം. ഇനി ഇല്ല പടച്ചവനെ, ഈ മുസ്ലിമായി എന്നെ നീ ജീവിപ്പിച്ചു, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ. മരണപ്പെട്ടതിന് ശേഷം മുസ്ലിമായി തന്നെ ഈമാനോടുകൂടി നീ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കണേ അല്ലാ എന്ന നല്ല നിയ്യത്തോടുകൂടി ഈ റജബിന്റെ മാസം മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നമസ്കാരം നിലനിർത്താൻ ആരംഭിക്കണം, തുടങ്ങണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമസ്കാരം നിലനിർത്താതെ കണ്ട് നമ്മൾ എത്ര നമുക്ക് വേണ്ടി ആര് മയ്യത്ത് നിസ്കരിച്ചാലും ഒരു രക്ഷയില്ല ഹബീബേ. ഖബറിനകത്തടങ്ങ് അടിയൊന്നും ആരും അറിയുന്നില്ല. സംഭവം എല്ലാണ്ണം കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചിരിച്ചിരിക്കും. നിസ്കാരം ഇല്ലാത്ത ചിരിച്ചു കിടക്കുന്ന കണ്ടോ, ഓന് നിസ്കാരം ഇല്ലെങ്കിലും ഓൻ ചിരിച്ച് മരിച്ചത്. മലക്കട കൊത്തുകൊണ്ട് കരഞ്ഞപ്പോ ഞാൻ ചിരിച്ചതുപോലെ ആയതാ, അല്ലാതെ ചിരിച്ചൊന്നുമല്ല. മലക്കള് കൊളുത്തിട്ട് വലിച്ച സമയത്തെ അങ്ങനെ ആയിപ്പോയതാണ് സംഭവം, അല്ലാതെ ചിരിച്ചൊന്നുമല്ല. നിങ്ങൾ വിചാരിച്ച് ചിരിച്ചാണെന്നത്. നിസ്കരിക്കാത്തവനെ ചിരിപ്പിച്ച് അല്ലാഹ് മരിപ്പിക്കുമോ? എന്താ ഈ പറയുന്ന കോലം? നിസ്കാരമില്ലാത്തവനെ കാവറാണെന്ന ഹദീസിനകത്തുള്ളത്. പിന്നെ ഇവനെങ്ങനെ മരണം, ഇവന്റെ മരണം എങ്ങനെ? അത്രയും കാലം ഇവൻ ഈ ശിക്ഷ അനുഭവിച്ചതിന് ശേഷമേ അല്ലാഹ് ഇവനെ സ്വർഗത്തിൽ കയറ്റും. ഇത്രയും കാലം അനുഭവിക്കണം. പോലീസിന്റെ ഒരു അടി കൊള്ളാൻ കെപ്പില്ലാത്ത നമുക്ക് മലക്കട അടി കൊള്ളാൻ വല്ല കഴിവുണ്ട് ഉണ്ടോ ഹബീബേ? അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിയ്യത്ത് ചെയ്ത് റജബ് മാസമായി പള്ളിയിൽ കയറി സുബഹി മുതൽ ഇൻഷാ അല്ലാഹ് പള്ളിയുടെ സഫ് അധികരിപ്പിക്കണം, സഫ് അധികരിപ്പിക്കണം. ഇല്ലെങ്കിൽ ഈ വാള് കൊണ്ടൊന്നും പുണ്യില്ല, വല്ലാഹി സത്യം പുണ്യില്ല. എന്താണ് ഈ വാള്? നിസ്കാരമില്ല, ഇബാദത്തില്ല, സംഘാടകർക്ക് നിസ്കാരമില്ല, ഒന്നുമില്ല. വാള് കഴിഞ്ഞിട്ട് അവർ പോയി കിടന്നുറങ്ങും. വാള് പറയുന്ന മൊയ്ലിയാര് അതിനേക്കാളും ഉറക്കം. സുബഹി നിസ്കാരമില്ല, ഒന്നുമില്ല. പിന്നെ എന്തിനീ വാള്? പിന്നെന്തിനീ വാളെന്തിനു സംഭവിച്ചേ? വാളിന്റെ സംഭവമാണ് കണ്ടത്. പിരിവ് ഇല്ലേ? അത് മാത്രമല്ല, നിസ്കരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നാളെ മഹ്ശറിലേക്ക് പോകാൻ കഴിയില്ല. മഹ്ശറിലേക്ക് ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, എങ്ങനെയാണ് നിങ്ങളെ തിരിച്ചറിയുക? കോടാനുകോടി ജനങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ അനസ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളുടെ സെർവന്റ് ആയിരുന്നു, ഖാദിമ, ജോലിക്കാരൻ. അനസ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി ചോദിച്ചു, നബിയേ, എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണേ നബിയേ, എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ നബിയേ, ശഫാഅത്ത് ചെയ്യണേ നബിയേ. കുറെ നാളെ ഖിദ്മത്ത്. കാരണം നമ്മളിപ്പോ ആരെങ്കിലും ഒക്കെ വലിയ സമ്പന്നന്മാർക്ക്, പൈസക്കാർക്ക്, മന്ത്രിക്ക്, MLA ക്കൊക്കെ നമ്മ ഖിദ്മത്ത് ചെയ്താണ്. ആ ഹാദിമിന്റെ പേരാണ് PA, പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അവന്റെ PA ആണ്, അവന്റെ PA ആണെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് എവിടെയും കയറിപ്പോ, ഈ മന്ത്രി ഇരിക്കുന്ന മുറിയിൽ, രാജാവ് ഇരിക്കുന്ന മുറിയിൽ, പ്രധാനമന്ത്രിയുടെ മുറിയിൽ, മുഖ്യമന്ത്രിയുടെ മുറിയിൽ അദ്ദേഹത്തിന്റെ PAക്ക് അദ്ദേഹത്തിന് കയറിപ്പോകാം. പിന്നെ അദ്ദേഹം പറയുന്നത് പോലെയൊക്കെ കേൾക്കുകയും ചെയ്യും. ചിലപ്പോ ഒഴിവ് കിട്ടുന്ന സമയത്ത്, സാറേ എന്റെ ഒരു പെങ്ങൾക്ക്, പെങ്ങളുടെ കുട്ടിക്ക് ഒരു ജോലി ശരിയാക്കി തരണേ സാറേ, ആളുടെ അഡ്രസ്സും എല്ലാം കൊണ്ടുവരാം, ശരിയായി തരാം. PA പറഞ്ഞപ്പോ ക്ലിയർ ആയില്ലേ സംഭവം? അതേപോലെ നബിതങ്ങൾക്ക് 10-11 വർഷക്കാലം ഖിദ്മത്ത് ചെയ്ത ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, മഹ്ശറ വൻസഭയിലേക്ക് ജനങ്ങളെ എല്ലാം കൂട്ടിക്കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂലേ, എന്നെ മറന്നു പോകുമോ നബിയേ? എനിക്ക് വേണ്ടി ഒരു ശഫാഅത്ത് ചെയ്യുമോ? നീ ഇപ്പൊ എത്ര വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ ശഫാഅത്ത് ചെയ്യൂലേ. പിന്നെന്താ? അനസേ, ഇങ്ങനെ ഒരു വാക്ക് നമുക്ക് കിട്ടിയിരുന്നെങ്കിലേ, ഇങ്ങനെങ്ങാണ് ഒരു വാക്ക് നിബിധങ്ങൾ നമുക്ക് തന്നാൽ
നമ്മളെ നാളെ മുതൽ ക്രിക്കറ്റ് കളിക്കാൻ പോകും, നിസ്കരിക്കൂല. കാരണം എന്താ? നമുക്ക് അല്ലാഹുവിന്റെ റസൂല് ശഫാഅത്ത് ചെയ്യാമെന്ന് നിയത്ത് ചെയ്തിരിക്കുകയാണ്. ഇനി അതുകൊണ്ട് നമുക്ക് ഇനി നിസ്കാരമൊന്നും വേണ്ട, ഇനി ക്രിക്കറ്റ് കളി. ഹോളി പോലെ ഉള്ള കളറും വാരിയിട്ട് ഉള്ള ആക്കണ്ടവും ചാലക്കണ്ടവും കോമൂത്രവും വാരി ഒഴിച്ച് സ്കൂളിലൊക്കെ എന്തൊക്കെ ഈ തമ്മാടിത്തരം കാണിക്കുന്ന കുട്ടികൾ, എന്നിട്ട് അടി ഇടി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാണ്. പാപ്പായി മക്കൾ എന്താ തെമ്മാടിത്തരങ്ങളാ! എന്റെ പൊന്നു സഹോദര, നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന സാറന്മാരെ അടിക്കാൻ പോകുന്ന മക്കൾ തലതിരിഞ്ഞ സാധനം, വിസ്മയമില്ലാത്ത സൈസുകൾ. ഇതിനെയൊന്നും വിസ്മയമില്ലാതെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനത്തെ കോലങ്ങളായി പോയത്. അധ്യാപകന്മാരെ, ഹരീശ്രീ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ, നിനക്ക് ആ എന്ന അക്ഷരം പഠിപ്പിച്ചിരുന്ന അധ്യാപകന്മാരെ അടിക്കാൻ പോവാണ് ഇന്നത്തെയൊക്കെ ദിവസത്തിൽ നമ്മുടെ ഈ നാട്ടിൽ നടന്ന സംഭവങ്ങൾ. എന്തപ്പ ഇത്? എവിടെ ഇവ നന്നാവുന്ന ഈ പറഞ്ഞത്? എങ്ങനെയാ ഗുരുത്തം കിട്ടുക? ഇവരെ കൊണ്ടുപോയി നമ്മുടെ അധ്യാപകന്മാരെ അറസ്റ്റ് ചെയ്ത് വെക്കുക, റൂമിൽ പൂട്ടിയിടുക, അധ്യാപകന്മാരിരിക്കുന്ന കസേരയില് കോമ്പസ് കൊണ്ട് കുത്തിവെക്കുക, കോമ്പസ് അടിയിലോട്ട് ഇരിക്കും. അങ്ങനെയൊക്കെ സാറന്മാരെ വേദനിപ്പിക്കുന്ന വിദ്യാർത്ഥികള് അതവില്ല, അവർ രക്ഷപ്പെടുകയില്ല. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ മക്കളൊന്നും ചിന്തിക്കാത്തതെന്ന് ഇതൊക്കെ. എന്തിനാണ് ഈ സ്കൂളിൽ വിടുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി സാറെ പൊരുത്തം വാങ്ങിപ്പോകണം? നമ്മളൊക്കെ ദർസി പഠിക്കുമ്പോൾ, നമ്മളൊക്കെ മുത്തഅല്ലിമായിട്ട് മദ്രസയിൽ നിന്ന് സനത് വാങ്ങുന്ന സമയം 8 വർഷം പഠിച്ചു, 10 വർഷം പഠിച്ചു. ഇന്ന് സനത് വാങ്ങുവാൻ വിഷമാണ്, പ്രയാസമാണ്. ക്ലാസ് ദർസ് പഠിക്കുന്ന സമയത്ത് ഓരോ തൂണിലും ചാരിയിരുന്ന് പഠിച്ച ഓരോ തൂണിന്റെ അരികിൽ പോയി നിന്ന് കരയും. പടച്ചവനെ, ഞാൻ മീസാൻ ഓതിയ സമയത്ത് ഈ തൂണിൽ ചാരിയിരുന്നിട്ടാണ്, ഞാൻ ബുഖാരി ഓതിയ സമയത്ത്, ഞാൻ ജലാലൈനി ഓതിയ സമയത്ത് ഈ ഭിത്തിയിൽ ചാരിയിരുന്നിട്ടാണ് ഞാൻ വിട പറയുകയാണ്, ഞാൻ പോവുകയാണ്, ഞാൻ ഇനി എങ്ങോട്ടാണ്? എന്റെ 7 വർഷം 8 വർഷം കാലയളവിൽ എന്റെ ഇവിടുത്തെ പഠനം എത്ര റാഹത്തായിരുന്നു. എന്റെ ജീവിതം ഒരു മുത്തഅല്ലിമായി, ഒരു സ്റ്റുഡന്റായി, ഒരു വിദ്യാർത്ഥിയായി ഞാൻ ഇവിടെ നടന്നത് എന്ത് സന്തോഷമായിരുന്നു. ഇന്ന് ഞാൻ സനത് വാങ്ങുകയാണ്. ആ സനത് വാങ്ങുന്നതിന്റെ തലേ ദിവസം ഉസ്താദുമാരെ പോയി റൂമിൽ പ്രത്യേകമായി കാണും. സലാമു അലൈക്കും ഉസ്താദ്, പൊരുത്തം തരണം. 8 വർഷം പഠിപ്പിച്ച ഉസ്താദ് ഒരുപാട് അടിച്ചു കാണും, ഒരുപാട് പട്ടിണി കിട്ടു കാണും, ഒരുപാട് പീഡിപ്പിച്ചു കാണും, വെളിയിൽ ഇറക്കി നിർത്തി കാണും, വെയിൽ കൊള്ളിപ്പിച്ചു കാണും, ഒക്കെ സംഭവിച്ചത് തന്നെ. പക്ഷേ ആ 7ാമത്തെ വർഷം നാളെ സനത് വാങ്ങുമ്പോൾ ഉസ്താദെ മാപ്പ് ചെയ്യണം, ഉസ്താദെ മാപ്പ് ചെയ്യണം. എത്ര ഉസ്താദുമാര് പഠിപ്പിച്ചിട്ടുണ്ട്? ആ ഉസ്താദുമാരോട് പോയി മാപ്പ് ചോദിച്ചിട്ടാണ് പിറ്റേ ദിവസം ആ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് സനത് വാങ്ങുന്നത്. നീ പോയി ദഅവത്ത് ചെയ്തോ, നീ പോയി ഇമാമത്ത് നിന്നോ, നീ പോയി മുദർരിസായിക്കോ, നീ പോയി മുഅല്ലിമായിക്കോ എന്ന് അവരുടെ മനസ്സുകൊണ്ട് സന്തോഷത്തോടുകൂടി തന്നുവിടുന്ന ആ ഒരു ഷഹാദ, ആ ഒരു സമ്മതപത്രം, ആ ഒരു സർട്ടിഫിക്കറ്റുമായിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അതല്ലാതെ നിന്നെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച സാറന്മാരുടെ മേൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കളറും കോരി ഒഴിച്ച് അവരെ ചെരുപ്പൂരി അടിച്ചിട്ട് ആക്ഷേപിച്ചിട്ട് ആ സാറിന്റെ മനസ്സ് നൊന്താണ് ഈ വിദ്യാർത്ഥി മിത്രങ്ങളെ നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതെങ്കിൽ ജീവിതകാലത്തിലൊന്നും നീ ഗുണം പിടിക്കാൻ പോകുന്നില്ല. അപ്പൊ അദ്ദേഹം ഇതിനു വേണ്ടി ശബ്ദിക്കാണ്. ഓരോ സ്ഥലത്ത് ഓരോ ഏരിയയിലും പോകുമ്പോൾ നമ്മുടെ ഉമ്മത്താണ്, നമ്മുടെ മുസ്ലിം ഉമ്മത്തുകളാണ് ഇതിന്റെ പിന്നിൽ അടിമകളായി കഴിയുന്നത്. നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളാണ് ഈ മഹാവിപത്തിനെ തഴുകി തലോടിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ ഉണരണം. ഇതൊന്നും വാളുകൊണ്ട് മാത്രം തീരുകയില്ല. അദ്ദേഹം ഇതിനു വേണ്ടി പാടുപെടുകയാണ്. പാവം ഇരട്ടി മുഹമ്മദ് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമുക്കൊക്കെ അദ്ദേഹത്തിന്റെ രൂപവും ശൈലിയും ഒക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ഒരു ചിരി വരും. പക്ഷെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഗദ്ഗതത്തോടുകൂടി ഞാൻ താമസിക്കുന്ന റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഓരോ അവസ്ഥകൾ ശരിയാണ്. ഞാനും മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്ക്. ആ സമയത്ത് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, എനിക്ക് ആരെയും പേടിയില്ല, എന്റെ റബ്ബിനെ അല്ലാതെ എനിക്ക് പേടിയില്ല. മാഷാ അല്ലാഹ്, ആ ഒരു വാക്ക് ഒരു മഹത്തായ ഒരു വാക്കാണ്. അവിടെ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫറോവയും കൂട്ടർ ഓടിച്ചപ്പോൾ പറഞ്ഞ വാക്ക് ഇന്ന റബ്ബി മഈ സയഹ്ദീൻ, എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ട്, അല്ലാഹ് എനിക്ക് വഴി കാണിച്ചു തരും. മൂസ വിജയിച്ചു, ഫറോവ പരാജയപ്പെട്ടു. ആ വിജയം, അതാണ് വിജയം. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ സംരക്ഷിക്കണം, നോക്കണം. സ്കൂളിലേക്ക് രാഷ്ട്ര പരീക്ഷയ്ക്ക് വിടുമ്പോ പറയണം, മോനെ സ്കൂളിൽ പോയി വഴക്കുണ്ടാക്കാനോ പ്രശ്നമുണ്ടാക്കാനോ നിൽക്കരുത്. പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ നീ വീട്ടിലേക്ക് മടങ്ങി വരണം. സാറന്മാരുടെ പൊരുത്തം വാങ്ങണം, വേണം. ഇതൊക്കെയാണ് ഉസ്താദുമാരോടുള്ള പൊരുത്തം എന്ന് പറഞ്ഞത്. എന്നാലേ നമുക്ക് ഗുരുത്വം കിട്ടുള്ളൂ. ആ ഗുരുത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ നമുക്ക് ദഅവത്ത് ചെയ്യാനും നമുക്ക് ജനങ്ങളുടെ മുന്നിൽ ഒരു നിലയും ഒരു വിലയും ഉണ്ടാകാൻ ഇതൊക്കെയാണ് ഒരു കാരണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്
നമ്മുടെ മക്കളെ ഏതെങ്കിലും ഒരു വെക്കേഷൻ ക്ലാസ് കൊടുത്ത് മദ്രസകളിൽ കൊണ്ട് നമസ്കാരം പഠിപ്പിക്കണേ, ഖുർആൻ പഠിപ്പിക്കണേ, ഹദീസ് പഠിപ്പിക്കണേ, ഇൽമ പഠിപ്പിക്കണേ. ഇൽമ പഠിപ്പിച്ചുകൊണ്ട് അതബുള്ളവരാക്കി മാറ്റണേ. എന്റെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്ത ദുആയാണ് അല്ലാഹുവിന്റെ ദർബാറിൽ സ്വീകാര്യമായത്. അതുകൊണ്ട് നാളെ നമസ്കാരമില്ലാതെ മരണപ്പെട്ടു പോയാൽ ആ ഖബറിൽ കിടന്ന് കാലങ്ങളോളം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുമോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ശഫാഅത്ത് ചെയ്യാം. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേട്ടിട്ട് പുറകോട്ട് പോയില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുകയാണ്, ഐന തുലുബുക യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂലേ, നാളെ മഹാസമ്മേളനമാണ്, മഹ്ശറ വൻസഭ. ഈ ലോകത്തെ കോടാനുകോടി ജനങ്ങളെയും മൃഗങ്ങളെയും പക്ഷിപർവാദികളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹാസമ്മേളന നഗരിയിൽ ഐന അത്ലുബുക യാ റസൂലല്ലാഹ്? ഐന അത്ലുബുക യാ റസൂലല്ലാഹ്? അങ്ങയെ ഞാൻ എവിടെയാണ് അന്വേഷിക്കുക നബിയെ? എവിടെയാണ് അന്വേഷിക്കുക നബിയെ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അനസേ ഉത്ലുബ്നി അവല മാ തത്ലുബ്നി ഇൻദ സിറാത്ത്. ആദ്യമായി നീ എന്നെ അന്വേഷിക്കേണ്ട സ്ഥലം സിറാത്തിന്റെ ഓരത്താണ് അനസേ. എന്റെ ഉമ്മത്തികൾ സിറാത്ത് എന്ന പാലത്തിലൂടെ കയറുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാകും. അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്യും, പടച്ചവനെ, അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമ ഉമ്മത്തി അല സിറാത്തിൽ മുസ്തഖീം. അല്ലാഹുവേ, എന്റെ ഉമ്മത്തികളുടെ സിറാത്ത് എന്ന പാലത്തിലൂടെ എന്റെ ഉമ്മത്തികളുടെ പാദങ്ങൾ എടുത്തു വെക്കുന്ന സമയത്ത് എന്റെ ഉമ്മത്തികളെ നീ വഴുതി വീണ് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് തള്ളിയിടരുതേ പടച്ചവനെ. എന്റെ ഉമ്മത്തികളുടെ പാദത്തെ നീ സിറാത്ത് എന്ന പാലത്തിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. എന്റെ ഉമ്മത്തികൾക്ക് വേണ്ടി എന്റെ ഹബീബായ തങ്ങൾ ദുആ ചെയ്യുകയാണ്. ഈ ഉമ്മത്തികൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധിക്കരിച്ചുകൊണ്ട് നബി തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റാതെയും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലാതെയും ഹബീബായ തങ്ങളെ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ദുനിയാവിൽ ജീവിക്കുകയും ചെയ്യുന്ന ധിക്കാരികളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലോകത്തിന്റെ നേതാവ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, എന്റെ ഉമ്മത്തികളെ ഈ സിറാത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അനസ്, നീ അവിടെ വന്ന് നോക്കിയാൽ മതി, എന്നെ അവിടെ നിനക്ക് കാണാം. വീണ്ടും അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, വലമൽഖക യാ റസൂലല്ലാഹ്? നബിയെ, സിറാത്തിന്റെ അരികിൽ അങ്ങയെ ഞാൻ കണ്ടില്ലെങ്കിലോ? അവിടെ ഞാൻ കണ്ടില്ലെങ്കിൽ നമ്മളോടൊക്കെ രണ്ട് ചോദ്യം ചോദിച്ചാൽ ദേഷ്യം കയറും. നമ്മളോടൊക്കെ രണ്ട് ഉസ്താദെ, ഒരു ഡേറ്റ് തരണേ ഉസ്താദെ. ആ ഇൻഷാ അല്ലാഹ് പോയിട്ട് വിളിക്ക് കേട്ടോ. ആ ഓക്കെ. പിന്നെ വന്നിട്ട് സാറേ എപ്പോ വിളിക്കണം ഉസ്താദെ? എടോ വിളിയെന്നല്ലേ പറഞ്ഞ, പിന്നെ എപ്പോ വിളിക്കണം, ഏത് സമയത്ത് വിളിക്കണം, ഞങ്ങൾ വിളിക്കണം. വിളിയെന്ന് പറഞ്ഞ പിന്നെ നമ്മുടെ ശൈലി അങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും വിളിച്ചോണം, കിട്ടുന്നവരെ വിളിച്ചോണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വീണ്ടും അനസ് ചോദിച്ചു, ഐന അത്ലുബുക യാ റസൂലല്ലാഹ്? വലം അൽഖക ഇൻദ സിറാത്ത്? സിറാത്ത് എന്ന പാലത്തിന്റെ അരികിൽ അങ്ങില്ലെങ്കിലോ ഞാൻ എവിടെ അന്വേഷിക്കും? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇൻദൽ മീസാൻ. നന്മ തിന്മകൾ തൂക്കുന്ന സ്ഥലത്ത് എന്നെ കാണാം. അവിടെ ഞാൻ വന്നു നിൽക്കും സഹാബ. അനസേ, ഞാൻ അവിടെ കാണും. എന്റെ ഉമ്മത്തുകളുടെ നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് അല്പം വല്ലതും കുറവ് വന്നു പോയാൽ എന്റെ ഉമ്മത്തുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ, അവരെ സഹായിക്കാൻ ഞാൻ അവിടെ കാണും. അനസേ, നോക്കണേ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ATM കാർഡ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഹദീസിൽ ഒരു ബത്താഖ, ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്. അങ്ങനെ ആ കാർഡ് എന്റെ ഉമ്മത്തികളുടെ നന്മ തിന്മകൾ തൂക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കുറവ് വന്നാൽ ATM കാർഡ് എടുത്തിട്ട് കൊടുക്കും. അങ്ങനെ അതിൽ ഭാരം കൂടും, അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കും. ഏതെങ്കിലുമൊക്കെ നിലയിൽ ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ നബി തങ്ങളെ രക്ഷപ്പെടുത്തും. അതാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നോക്കിയാൽ മതി കേട്ടോ അനസ്, അവിടെ നോക്കിയാൽ മതി, ഞാൻ അവിടെ കാണും. വീണ്ടും അനസ് റളിയല്ലാഹു തആല അങ്ങോട്ട് മാറിയിട്ട് ചോദിച്ചു, വലമൽഖക ഇൻദൽ മീസാൻ? മീസാനിൽ അങ്ങയെ ഞാൻ കണ്ടില്ലെങ്കിലോ നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്,
യാ നസൂ ഉത്ലുബ്നി ഇൻദ ഹൗളി, എന്റെ ഹൗദിന്റെ അരികിലേക്ക് നീ വന്നാൽ മതി, ഞാൻ അവിടെ തന്നെ കാണും, അവിടെ നിന്ന് ഞാൻ മാറുകയില്ല. ഈ മൂന്നാലൊരു സ്ഥലത്ത് അനസേ ഞാൻ കാണും അനസേ, അതുകൊണ്ട് നീ വിഷമിക്കണ്ട, പ്രയാസപ്പെടേണ്ടതില്ല. എന്റെ ഉമ്മത്തികളെ കാണാൻ, എന്റെ ഉമ്മത്തികളെ ദാഹിച്ച് അവശരായി എന്നിലേക്ക് ഓടി വരുമ്പോ എന്റെ ഉമ്മത്തികൾക്ക് ഞാൻ ഹൗദിൽ നിന്ന് വെള്ളം കോരി കൊടുക്കും മനസ്സേ. അതിനുവേണ്ടി ഞാൻ ഹൗദിന്റെ അരികിലേക്ക് പോയി നിൽക്കും മനസ്സേ. ഈ മൂന്നാലൊരു സ്ഥലത്ത് ഞാൻ കാണുക തന്നെ ചെയ്യുമെന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഞങ്ങളെ എങ്ങനെ തിരിച്ചറിയും? അനസ് റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചത് കൊണ്ട് അനസ് റളിയല്ലാഹു രക്ഷപ്പെട്ടു. നമ്മളിപ്പോ അബൂബക്കർ അല്ലെങ്കിൽ നാട്ടിലുള്ളവര്, ഈ ബംബ്രാണയിലുള്ളവര്, ബന്ദിയോടുള്ളവര്, അടുക്കത്തുള്ളവര്, സീതാങ്കോളിലുള്ളവര്, ഉളിയത്തടുക്കയിലുള്ളവര്, ഇവിടൊക്കെ ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയും നബിയെ? ഞങ്ങളൊക്കെ കസറോട്ടാറാണ്, അങ്ങനെ തിരിച്ചറിയും നബിയെ? കസറോട്ടാർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോവാന്നോ? ഞാൻ നിർത്താൻ പോവാണ്. പിന്നെ എന്തെങ്കിലും രണ്ട് വാക്ക് പറയാതെ പോകുന്ന, അങ്ങനെ പൈസ മാത്രം പിരിച്ച് പൈസ കിട്ടിയോ അതുമില്ല, ഇനി ഭാഗത്തെങ്കിലും അതെങ്കിലും കിട്ടട്ടെ അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ എന്റെ ഉമ്മത്തികൾ ഒളുവെടുത്തതിന്റെ ഭാഗം, ആ ഒളുവിന്റെ അവയവങ്ങൾ, ആ ഒളുവിന്റെ വെള്ളം വീണ സ്ഥലം തിളക്കമുള്ളതായി എനിക്ക് മഹ്ശറയിൽ അനുഭവപ്പെടുന്നു. ബ്ലിങ്കിങ് ആവും. മൊബൈലൊക്കെ ചാർജ് കുത്തിവെക്കുമ്പോൾ ബ്ലിങ്കിങ് ആവുന്ന കണ്ടുണ്ടാ? രാത്രി ലൈറ്റ് കാണിച്ചിട്ട് നമ്മൾ കുത്തിവെച്ചിട്ട് കിടക്കും. ചാർജറിൽ ഒരു ലൈറ്റ് കാണും, മൊബൈലിൽ ഒരു ലൈറ്റ് ഉണ്ട്, അതിങ്ങനെ ബ്ലിങ്കിങ് ആയിക്കൊണ്ടിരിക്കുക, ഒരു ചെറിയ വെട്ടം. അപ്പൊ ഭാര്യ ചോദിക്കുക, അതെന്തപ്പോ ഒരു വിളിച്ചോ? അത് മൊബൈലിൽ കുത്തിയിട്ടിരിക്കുകയാണ്. അത് ഓഫാക്കി വെച്ചാൽ അറിയോ? ഇല്ല. അപ്പം മൊബൈലിനെ കൊണ്ട് ഗുണമുള്ള സമയത്താണ് ഇത്. ഇതേപോലെ ഒളിവെടുത്ത സമയത്ത് മുഖവും കൈയും കാലും ഒക്കെ ഇങ്ങനെ പ്രകാശിക്കും. അങ്ങനെ പ്രകാശമാനമായ അവസ്ഥയിൽ മഹ്ശറിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓടിപ്പോളിക്കും, യാ ഹബീബി തആല, യാ ഹബീബി, യാ അല്ലാഹ്, സഹലം വസഹല, സലാം, യാ അല്ലാഹ്, തആല 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നേരെ കൊണ്ട് നബി തങ്ങളുടെ ഹദറത്തിൽ അവിടെ കൊണ്ടുപോകും. പ്രത്യേകമായി നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട, നമസ്കാരക്കാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അള്ളാഹ് നമ്മളെ അങ്ങനെയൊക്കെ പിടിപ്പിക്കട്ടെ നബി തങ്ങളുടെ കൈ കൊണ്ട്. ഹബീബായ തങ്ങളെ കൊണ്ട് നമ്മുടെ കൈക്ക് പിടിപ്പിക്കട്ടെ. പടച്ചവനെ, ഞങ്ങൾക്ക് യോഗ്യതയില്ല അള്ളാഹ്, ഒരു യോഗ്യതയില്ല അള്ളാഹ്, നീ ഞങ്ങൾക്ക് അതിനൊരു അവസരം നൽകണേ പടച്ചവനെ, അതിനൊരു അവസരം നീ നൽകണേ പടച്ചവനെ. അങ്ങനെ പോകുന്നവര് നമസ്കാരക്കാരാണ്, മഹ്ശറയിലേക്ക് പോകുന്നു നമസ്കാരക്കാരാണ്. മറ്റൊരു വിഭാഗം ആളുകളെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. അവര് വെള്ളപ്പാണ്ട് പിടിച്ചവരെ പോലെയായിരിക്കും, അർബുദം ബാധിച്ചവരെ പോലെയായിരിക്കും. വികൃതമായ കോലമാണ് അവരുടെ കൈകാലുകളും അവരുടെ മുഖത്തും വികൃതമായ കോലമാണ്. വെള്ളപ്പാണ്ട് പോലെ ഒരു വല്ലാത്ത ആളുകൾ വെറുക്കുന്ന തരത്തില് മുഷിഞ്ഞ കോലവുമായി ഒരു വിഭാഗം ആളുകളെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. ഹബീബുന റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, ആരാണ് ഹബീബേ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കളെ ദുനിയാവിൽ വേദനിപ്പിച്ചവരാണ്. മഹ്ശറിലേക്ക് വരുന്ന രംഗം, വാപ്പയും ഉമ്മയൊക്കെ വേദനിപ്പിക്കുന്നവർ, അടിക്കുന്നവർ. നമ്മൾ എത്രത്തോളം ഉമ്മാക്ക് നന്മകൾ ചെയ്താലും ഒന്നും ആവൂല ഹബീബേ, ഒന്നും ആവൂല. ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ഉമ്മി ഖറഫത്ത് ഇൻദി, എന്റെ ഉമ്മ എന്റെ കൂട്ടത്തിലാണ്, എന്റെ ഉമ്മ എന്റെ ചെലവിലാണ്, എന്റെ ഉമ്മ എന്റെ സംരക്ഷണത്തിലാണ്. വഅന ഉത്ഇമുഹാ, എന്റെ ഉമ്മയ്ക്ക് ഞാനാണ് ഭക്ഷണം വാരി കൊടുക്കുന്നത്. വഅന അസ്ഖിഹാ, എന്റെ ഉമ്മയ്ക്ക് വെള്ളം കുടിപ്പിക്കുന്നത് ഞാനാണ്. വഅന ഉവള്ളിഉഹാ, എന്റെ ഉമ്മയ്ക്ക് ഞാനാണ് ഒളു പഠിപ്പിക്കുന്നത് നബിയേ. എന്റെ ഉമ്മയ്ക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്റെ ഉമ്മയെ ഞാനെടുത്ത് എന്റെ തോൾഭുജത്തിൽ വെച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി കൊടുക്കും നബിയേ. ഫഅൽ ജാസൈതുഹാ യാ റസൂലല്ലാഹ്, എനിക്കതിന് പ്രതിഫലമുണ്ടോ നബിയേ? എനിക്കതിന് കൂലിയുണ്ടോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് ആ സഹാബി ചോദിച്ചപ്പോ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി, ലാ ഫവാഹിദതം മിൻ മിആ, 100
ഉമ്മ നിനക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിന്റെ 100ന്റെ ഒരംശം പോലും നീ ചെയ്തിട്ടേ ഇല്ല. 10 മാസക്കാലത്തോളം കൊണ്ട് നടന്നില്ലേ, നൊന്ത് പ്രസവിച്ചില്ലേ, 2 വർഷത്തോളം നിനക്ക് പാല് തന്നില്ലേ, നിനക്ക് വേണ്ടി ഉറക്കമിളച്ച എത്രയോ രാവുകളാണ് ആ ഉമ്മാന്റെ ഒക്കത്ത് വെച്ച് കാഷ്ടിച്ചില്ലേ, മൂത്രിച്ചില്ലേ. നീ പിച്ച വെച്ച് നടക്കുന്ന സമയത്ത് പോലും ആ ഉമ്മയെ നീ വേദനിപ്പിച്ചില്ലേ, തെറി വിളിച്ചില്ലേ, കരയിച്ചില്ലേ. എത്രത്തോളം ത്യാഗങ്ങളാ ആ ഉമ്മാന്റെ പേരിൽ നീ അനുഭവിച്ചത്, നീ ചെയ്തത്, നീ വേദനിപ്പിച്ചത്. അതുകൊണ്ട് സഹോദരാ, നീ ഉമ്മാക്ക് ഭക്ഷണം വാരി വായിൽ വെച്ച് കൊടുത്താലും, ഉമ്മയെ നീ കുളിപ്പിച്ചാലും, ഉമ്മയ്ക്ക് നീ പുതുവസ്ത്രം ധരിപ്പിച്ചാലും, ഉമ്മയെ നീ എടുത്ത് തോളിൽ വെച്ചുകൊണ്ട് ചുറ്റിക്കറങ്ങിയാലും, ആ ഉമ്മയ്ക്ക് വേണ്ടി നീ നമസ്കരിപ്പിച്ചാലും, ആ ഉമ്മ ചെയ്തതിന്റെ 100ന്റെ ഒരംശം പോലും ആവുകയില്ല. ഒരുപക്ഷെ നീ ചെയ്തതിന്റെ പേരിൽ അള്ളാഹു നിനക്ക് കൂലി നൽകിയേക്കാം. പക്ഷെ ഉമ്മാക്ക് ഞാൻ ചെയ്തു, ഉമ്മാക്ക് ഞാൻ അത്രത്തോളം നന്മകൾ ചെയ്തു എന്ന് പാടി പുകഴ്ത്തിക്കൊണ്ട് നടക്കാൻ നിനക്ക് യോഗ്യതയില്ല സഹോദരാ. വലിയ മഹത്വം.